വെഡിങ് ഡേയിൽ മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ നേരിടുന്ന മെയിൻ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് തിങ്, ട്രസ്റ്റ് യുവർ മേക്കപ്പ് ആർട്ടിസ്റ്റ്. ഇപ്പൊ എല്ലാ ബ്രൈഡിനും ഗ്രൂമിനും ഏറ്റവും മികച്ചതായിട്ടുള്ള അവരുടെ സ്റ്റൈലും ഇഷ്ടവും മനസ്സിലാവുന്ന ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിനെ സെലക്ട് ചെയ്യാം. ദെൻ ട്രസ്റ്റ് ദെയർ പ്രോസസ്. അതാണ് ഫസ്റ്റ് തിങ്. നെക്സ്റ്റ് തിങ്, കോമൺ ആയി കണ്ടുവരുന്നത് ഗ്രൂം വെഡിങ് ഡേൻ്റെ അന്ന് ഹെയർ കട്ട് ബിയേഡ് അങ്ങനെ ചെയ്യുന്നതാണ്. അത് രണ്ട് മിസ്റ്റേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചെയ്ത് കഴിഞ്ഞാൽ ആ ദിവസം നമുക്ക് റെഡി ആക്കാനുള്ള ടൈം വേറെ കിട്ടുന്നില്ല. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൽ വല്ല സൈഡ് എഫക്റ്റ് കാര്യങ്ങൾ നമുക്ക് വരാൻ സാധ്യത. പിന്നെ ഞാൻ ബ്രൈഡ്സിന്റെ അടുത്ത് പറയുന്ന ഒരു കാര്യമാണ് ഹെയർ വാഷ് ചെയ്യണം എന്നുള്ളത്. വാഷ് ചെയ്യുന്ന സമയത്ത് കണ്ടീഷണർ യൂസ് ചെയ്യരുതെന്നും ഓയിൽ യൂസ് ചെയ്യുന്ന ബ്രൈഡ് ആണെങ്കിൽ ഒരു 1 വീക്ക് മുന്നേ മുതൽ സ്റ്റോപ്പ് ചെയ്യണം എന്നുള്ളതും. പക്ഷെ ഇത് ഇങ്ങനെ ചെയ്തു വരാത്ത ബ്രൈഡ്സ് ഉണ്ട്. ഇങ്ങനെ ആവുന്ന സമയത്ത് നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഹെയർ സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. മെയിൻ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഗ്രൂം ആൻഡ് ബ്രൈഡ് മേക്കപ്പ് ചെയ്യുന്ന ടൈമിൽ അധികം ആൾക്കാർ വന്ന് നിൽക്കുക, ഓവർ കമൻസ് വരിക, അങ്ങനെയൊക്കെ ആകുമ്പോൾ ഗ്രൂം ആൻഡ് ബ്രൈഡ്സിന് ടെൻഷൻ ആവും, ആൻസൈറ്റി. അതേപോലെ തന്നെ മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്ന നിരക്ക് നമുക്കും അത് കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയില്ല. അതെ, ശരിക്കും ഇപ്പൊ പ്രീ പ്ലാൻ ചെയ്തു വെച്ച ലുക്കൊന്നും നമുക്ക് അപ്പൊ ക്രിയേറ്റ് ചെയ്യാൻ പറ്റൂല. ഇപ്പൊ ഒരു കാം റൂം ഒരു ബ്രൈഡും ആർട്ടിസ്റ്റും ആണെന്നുണ്ടെങ്കിൽ ഡിസ്കസ് ചെയ്തിട്ട് ആ ലുക്ക് ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും അല്ലേ നല്ലത്.